ഹലോ. ഇപ്പോൾ ദാ ഈ ഒരു വാൾ ഡെക്കറായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. സോ ഇതല്ല, ഇതിൻ്റെ പുതിയത്. ഇതിന് 2 വർഷം മുന്നേ ഉണ്ടാക്കിയൊരു സാധനമാണ്. എത്രയോ കാലം നിന്നിക്കണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പഴക്കങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമുക്ക് ഉണ്ടാക്കിയാലോ. ഇതിന് സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ. ജസ്റ്റ് കുറച്ച് എഫർ, ഞാനിപ്പോൾ ഇവിടെ 3-4 എഫർ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു എഫോറും പിന്നെ ഒരു കത്രിക, ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക്, പിന്നെ എന്തൊരു കാർഡ്ബോർഡിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ. പിന്നെ അതന്നെ വേണ്ടത്. പിന്നെ എന്തെങ്കിലും പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ദെൻ ഇതുപോലൊക്കെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അത് കളയണ്ട, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടാക്കാനുണ്ട്. സോ അതവിടെ മാറ്റി വയ്ക്കുക. ദെൻ ഈ ഒരു സെൻറ്റർ ഭാഗത്തും ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതും കട്ട് ചെയ്യുക. ആൻഡ് പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കെപ്പോഴും ഇഷ്ടമായിട്ടുള്ളൊരു മടക്കലില്ലേ, നമ്മൾ ചെറുപ്പത്തിലേ മടക്കലാണ് ഇട്ടത്. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്നില്ല അറിയില്ല. അപ്പോൾ സോ ഇതുപോലെ മടക്കിയെടുക്കുക. ഇതാക്കണ്ടോ, സിമ്പിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുക. അതായത് ഒന്നിങ്ങനെ മുഴുവനായിട്ടൊന്ന് മടക്കുക. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കി റെഡി ആക്കിയതിന് ശേഷം ഗ്ലൂ പുരട്ടണതായിരിക്കും കേട്ടോ നല്ല, അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. സോ ഇതൊന്ന് ജസ്റ്റ് അളവ് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല അടിപൊളിയിൽ. സോ നമുക്ക് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു A4 കൊണ്ട് തന്നെ A4 ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഭാഗം മാറ്റിക്കാൻ ആ ഭാഗത്തോട് ചെയ്യണതാട്ടത്. അതും നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇതുമ്പോഴും ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക, ആൻഡ് നടുഭാഗം കട്ട് ചെയ്യുക, പിന്നെ മടുക്കുക. അപ്പം സിമ്പിളാണിത് ചെയ്യാൻ. കുറച്ച് നേരം ഇങ്ങനെ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു അഭിമാനമാണ് ഗൈസ്. സോ നമ്മളെ റൂമിൻ്റെ ലുക്കാണെങ്കിലും ഡൈനിങ് ഹാളിൻ്റെ ലുക്കാണെങ്കിലൊക്കെ മാറ്റും. അത്രയ്ക്ക് ഭംഗിയാണത് കാണാൻ, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇത് പേപ്പറോട് ചെയ്താന്ന് പറയില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ സ്പ്രേ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചെടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇതുപോലൊക്കെ മടക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ക്യാമറ അവിടെ ഒട്ടിക്കുന്നത് വേറെ എവിടെയായോ. സോ ഇതുപോലൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതിപ്പോൾ ചെറുതാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചെറുത് നമുക്ക് ആവശ്യമുള്ളത്ര ഒട്ടിക്കാം. അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചെടുത്തതാട്ടോ എത്രത്തോളം വേണ്ടിയിരുന്നു എന്നുള്ളത്. ഇങ്ങനെ ചെറുതും ഇങ്ങനെ വെച്ചെടുത്തിട്ട് എത്രത്തോളം വേണ്ടിയിരുന്നു എന്നുള്ളത് നോക്കുകയാണ്. പിന്നെ കണ്ടോ, ഇങ്ങനെ വെച്ചെടുത്തതിന് ശേഷം ഓക്കെ ആയിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ 2 വർഷം മുന്നുള്ളതാണ്. സോ ഇതിൻ്റെ കോലം ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ അന്ന് ഇതിൻ്റെ ബാക്കിൽ യൂസ് ചെയ്ത ഒരു കാർഡ്ബോർഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അതിന്മേൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുത്തതാണ്. ഇപ്പം നിങ്ങൾക്ക് കാർഡ്ബോർഡൊന്നും എടുക്കാം, എനിക്ക് മടിയാണ് മുറിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ബോർഡായിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് യൂസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിന്മേൽ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ ഇവിടെ സാധാ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിന്, പിന്നെ ഗ്ലൂ കണ്ണിനോട് ഒട്ടിച്ചിരിക്കണം. അപ്പം ഏതാണെന്നോ വെച്ച് ഒട്ടുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ചോട്ട് ഗ്ലൂ കണ്ണിനോട് ഒട്ടിക്കായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നടുവിലായിട്ട് മുത്തുകളൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പെയിൻ്റാണുള്ളെങ്കിൽ അത് വെച്ചെടുക്കുക, അല്ലെങ്കിൽ മിററൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഈ മുത്തുകളുള്ളതുകൊണ്ട് ഞാനതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇത് വെറും 20 ഉറുപ്പിക കേട്ടോ ഈ ഒരു പെയിൻറ്റിന്. ഇത് മുഴുവൻ 2 ഇതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വരും. ഞാൻ ഈ ഫസ്റ്റിൻ്റെ ബ്രഷ് കൊണ്ടാണെങ്കിലും പിന്നെ ക്യാമറ ഓഫായപ്പോൾ ഞാൻ വിരലിൽ അത് യൂസ് ചെയ്താട്ടാക്കി. അത് യൂസ് ചെയ്യുമ്പോഴാണ് സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ നമ്മളെ പഴയ ലുക്ക് ആൻഡ് പുതിയ ലുക്ക് നിങ്ങൾ കണ്ടോക്കി ഗൈസ്, എങ്ങനെയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ വരാം.